നമസ്കാരം. അച്ഛനും മകളും മാത്രമല്ല ഭാര്യയും ജീവിക്കുന്നത് സർക്കാർ ചെലവിലാണ്. പറഞ്ഞു വരുന്നത് പിണറായി കുടുംബത്തെക്കുറിച്ച്. ചെയ്യാത്ത ജോലിക്ക് മാസം കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന മകളും ഒരു ചുമരിൽ വിരിക്കാനുള്ള കർട്ടന് വേണ്ടി 7 ലക്ഷം മുടക്കുന്ന സഖാവ് പിണറായി വിജയനുമായിരുന്നു ഇത്ര നാളത്തെ ചർച്ചാ വിഷയമെങ്കിൽ അക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലയും ഒപ്പം ചേരുകയാണ്. കാരണം ഭാര്യയ്ക്ക് വേണ്ടി 2,69,434 രൂപ പൊതുഖജനാവിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ മൊത്തം ചെലവും സർക്കാർ വക നൽകുന്നത് രാജ്യത്ത് തന്നെ ഇതാദ്യമായിട്ടായിരിക്കണം എന്നാണ് കരുതുന്നത്. എന്തായാലും സർക്കാർ ഫണ്ടിൽ നിന്നും ഭാര്യയുടെ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പണം പാസാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. 2023 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 2 വരെയായിരുന്നു കമലയുടെ ചികിത്സ നടന്നത്. കമലയുടെ രോഗം എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഏത് ആശുപത്രിയിലാണ് ചികിത്സ തേടി എന്ന കാര്യത്തിലും പണം അനുവദിച്ച ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ പണം പൊതുഖജനാവിൽ നിന്ന് ഇറക്കി. 2023 നവംബറിൽ ഭാര്യയുടെ ചികിത്സയ്ക്ക് ചെലവായ പണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട പിണറായി വിജയൻ പൊതുഭരണ വകുപ്പിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പൊതുഭരണ അക്കൗണ്ട്സ് വകുപ്പ് എന്നത് ശ്രദ്ധേയം. അക്കൗണ്ട്സ് വകുപ്പ് ചികിത്സയ്ക്ക് ചെലവായ പണം അനുവദിക്കാൻ ഫയൽ മുഖ്യമന്ത്രിക്ക് തന്നെ അയച്ചു. മുഖ്യമന്ത്രി അനുമതി നൽകിയതിനെ തുടർന്ന് ഈ മാസം 6-ാം തീയതി പണം അനുവദിച്ച് ഉത്തരവും ഇറക്കി. തുടർഭരണം ലഭിച്ചപ്പോൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കോടികൾ മുഖ്യമന്ത്രിക്ക് ചികിത്സയ്ക്കായി നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ചികിത്സ എന്തിനായിരുന്നു എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ഏത് അസുഖത്തിന് ചികിത്സ തേടി എന്നത് വിവരാവകാശ ചോദ്യത്തിന് അതിന് മറുപടി നൽകിയിരുന്നില്ല. എന്താണ് രോഗം എന്ന് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നതായിരുന്നു സർക്കാർ വക മറുപടിയായി പറഞ്ഞത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാറാണ് മുഖ്യമന്ത്രിയുടെ അസുഖം വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നേരത്തെ വിവരാവകാശ ചോദ്യം ഉന്നയിച്ചത്. നായികയ്ക്ക് 40 വട്ടം ആരോഗ്യ കേരളം നമ്പർ 1 എന്നെല്ലാം ആവർത്തിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. കേരളം ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ നമ്പർ 1 എന്ന് വിളിച്ചു പറയുകയും സ്വന്തം ആരോഗ്യകാര്യം വരുമ്പോൾ അമേരിക്കയിലേക്ക് പറക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ശ്രദ്ധേയം. മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അസുഖം ബാധിച്ചപ്പോൾ ആശ്രയിച്ചത് ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിനെയായിരുന്നു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പുറപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുമ്പോഴും അസുഖം വന്നാൽ പിണറായി പോകുന്നത് അതേ ആശുപത്രിയിലേക്കാണ്. അത് മാത്രമല്ല, സർക്കാർ കാശുകൊണ്ട് വ്യക്തിഗത ചികിത്സ നടത്തുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിന് ഒരു സ്ഥിരം ശീലമായി മാറുകയാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മന്ത്രിമാരുടെ എല്ലാവരുടെയും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയും സർക്കാർ പണം കണ്ടെത്തുകയാണ്.